ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ ഭീഷ്മപർവം എന്ന സിനിമ നമ്മൾക്കൊക്കെ ഞെട്ടിക്കുന്ന കോരിത്തെരിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. അതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തിയ ചിത്രം. കൊറോണയൊക്കെ കഴിഞ്ഞ് ആരും തിയേറ്ററിലേക്ക് സിനിമ ഇറക്കാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ ധൈര്യമായി ഇറക്കിയ സിനിമ. ചെറിയ ഒരു സിനിമയെ ഇറക്കി 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം. മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. പലരും പറയുന്നു 87 കോടിയാണ്, 92 കോടിയാണ് എന്ന് വരെ. എന്തായാലും ഇത് 100 കോടി കടന്ന ചിത്രമെന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു പ്രൂഫ് കൊണ്ടുവന്നിരുന്നു. കേരളത്തിൽ നിന്ന് 65 ലക്ഷം രൂപയോളം സിനിമ നേടിയതായി പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ അതിനകത്തിൽ തന്നെ നമുക്ക് ഫെഫ്കയുടെ ഇതിനകത്തിൽ നിന്ന് കണ്ടിരിക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് തന്നെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലരും ചോദിക്കും പല സിനിമകളും 100 കോടി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അതും വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ 100 കോടി അടിച്ചോ എന്നുള്ളതൊന്നുമല്ല. സിനിമ ഇറങ്ങി 3 വർഷം കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, സ്വാക് കാ ബാപ്പ് എന്ന് തന്നെ മമ്മൂട്ടിയെ വിളിക്കാം. അമ്മാതിരി ഒരു കൊടൂരമായിട്ടുള്ള തൂക്കമാണ്. അന്ന് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ നമ്മൾ എത്തിയില്ല, കാരണം കൊറോണ കാലമൊക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഷോയുടെ വീഡിയോയും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം കാണാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ, ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന കണ്ട അവസ്ഥ. ഇതൊക്കെയാണ് ആ 3 വർഷം മുമ്പുള്ള നമ്മുടെ ഒരു അനുഭവം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ തുടക്കത്തിൽ സിനിമയ്ക്ക് വലിയ ബുക്കിങ്ങും കാര്യങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴാണ് സിനിമ ആളിക്കത്തുന്ന കാര്യം കാണാനിടയായത്. അതുതന്നെയായിരുന്നു ഭീഷ്മപർവം. മമ്മൂട്ടി ചെയ്ത മാക്സിമം ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ക്യാരക്ടർ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മൾട്ടിപ്പിൾ ടൈംസ് കണ്ടാലും നമുക്ക് മറക്കില്ല. എന്തിനാ, മമ്മൂട്ടി എതിരാളികൾ പോലും കൈയടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. അതൊരു 1.5 സിനിമയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും മമ്മൂട്ടി ആ സിനിമ ഇറങ്ങിയിട്ട് 3 വർഷങ്ങൾ കഴിയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഒന്ന് പങ്കുവെക്കാം. ആ സിനിമ കാണാൻ പോയതാണെങ്കിൽ അതുപോലെ തന്നെ അന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.